ഒന്നാമത്തെ കാര്യം ഗവർണറുടെ നിലപാടാണ്. ഗവർണർ കുറേ കാലമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഭരണഘടനാപരമായ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അതിനെ പൊരുത്തപ്പെടുന്ന രീതിയിലല്ല എന്ന് ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള സമരങ്ങൾ വരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഗവർണറുടെ നിലപാട് സംബന്ധിച്ച് കേസ് തന്നെ നിലവിലുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തുകയുണ്ടായി എന്നുള്ളതാണ് സത്യം. കാരണം ഭരണഘടനാപരമായി പ്രസംഗം നിയമസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം ആ രീതിയിൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാഖ്യാനം. അതൊരു സാങ്കേതികമായ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗവർണർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സാങ്കേതികമായ ഭരണഘടനാ ബാധ്യത അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു ഗവർണർ എന്ന നിലയിൽ അവിടെ പൊതുവിൽ പെരുമാറേണ്ട രീതിയിലല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് എന്നും കേരളത്തിലെ മാത്രമല്ല ഈ കാര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അപ്പോൾ നിലവിട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്.